കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇവിടുത്തെ ഏതെങ്കിലും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും ഇടപെടുന്നത് നിങ്ങൾ കേട്ടോ? വീരാളിപ്പൊട്ട് പുതച്ച് എവിടെയാണ് കിടക്കുന്നത്? മതേതരത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ആഫീസിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസിലോ? ശ്രീ അനിൽകുമാർ, സാധാരണഗതിയിലുള്ള സമദൂരം വിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ശരിദൂരം എന്ന നിലപാടെടുത്തയാളാണ് NSS ജനറൽ സെക്രട്ടറി. ആ നിലയിൽ സർക്കാരിനോട് അല്പം അടുപ്പമൊക്കെ കാണിച്ചു വരികയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഐക്യ ചർച്ച വരികയും പെട്ടെന്ന് യൂട്ടേൺ എടുത്ത് ഇല്ല ഞങ്ങൾ സമദൂരത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നത്. NSS SNDP ഐക്യം പൊളിഞ്ഞതിൽ CPM-ന് നിരാശയുണ്ടോ? ഏതെങ്കിലും സമുദായ സംഘടനകൾ ഏതെങ്കിലും കാര്യത്തിൽ യോജിക്കുകയോ അങ്ങനെ യോജിക്കുന്ന ഘട്ടത്തിൽ അതിൽ ആവേശഭരിതരാകുകയോ ഏതെങ്കിലും തരത്തിൽ ആ സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യത്തിനില്ല, CPM-ന് ഒട്ടുമില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇവിടുത്തെ ഏതെങ്കിലും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും ഇടപെടുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കണ്ടോ? ഈ 9.25 കൊല്ലമായി പിണറായി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക സമുദായക്കാർക്ക് ഈ സർക്കാർ എന്തോ പ്രത്യേകമായി കൊടുത്തു, അല്ലെങ്കിൽ വേറൊരു സമുദായക്കാർക്ക് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും പരാതി ഏതെങ്കിലും സമുദായക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നീതി കൊടുക്കുക, എല്ലാ വിഭാഗക്കാർക്കും അവർ അർഹിക്കുന്ന നീതി കൊടുക്കുക. 2, സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വരുന്ന വിഷയങ്ങളിൽ മതിയായ ശ്രദ്ധ സർക്കാർ കൊടുത്തിട്ടില്ല എന്ന പരാതി വരുന്ന ഘട്ടങ്ങളിൽ അവരെ ക്ഷമാപൂർവ്വം കേട്ട് പരിഹരിക്കാൻ മുഖ്യമന്ത്രി അടക്കം മുന്നിട്ടിറങ്ങി അത് പരിഹരിക്കുക. 8-ാം തീയതി ജസ്റ്റിസ് JB കാശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് എത്രത്തോളം, അതിൻ്റെ അളവെത്ര എന്നതിനെക്കുറിച്ചുള്ള ചർച്ച, ഓപ്പൺ ചർച്ച വെച്ചിരിക്കുകയാണ്. ഇവിടെ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ 9.5 കൊല്ലമായി കേൾക്കാത്തതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രൂപപ്പെടുന്നതാണ്, അത് ബോധപൂർവ്വം രൂപപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ LDFൻ്റെയോ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു സമുദായത്തെയും പ്രത്യേകമായി ചേർത്ത് നിർത്തുകയോ തമ്മിലടിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വാക്ക് നിങ്ങൾ കേൾക്കില്ല. അതുകൊണ്ടാണ് 10 കൊല്ലക്കാലം ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരുന്നത്, ഒരു വിഭാഗക്കാരെ വേറൊരു വിഭാഗക്കാർ വേട്ടയാടുന്ന നില ഉണ്ടാവാതിരുന്നത്. വന്ന വിഷയങ്ങളിൽ മതം നോക്കാതെ സമുദായം നോക്കാതെ നിയമപരമായി നടപടി സ്വീകരിച്ചത്. അത് തുടരണോ എന്ന ചോദ്യമേ കേരളത്തിന് മുമ്പിലുള്ളൂ. അതിനിടയിലുണ്ടാകുന്ന ഇത്തരം കോലാഹലങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. CPM ഇവിടുത്തെ മതസംഘടനകളോടും സമുദായ സംഘടനകളോടും എടുക്കുന്ന നിലപാട് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യമില്ലത്. എന്താണ് പരസ്യമായിട്ടുള്ളത്? മതം മതരാഷ്ട്രീയക്കാരുടെ വേദിയാകരുത്. ആരാധനാലയങ്ങൾ അതുപയോഗിച്ച് വർഗീയതയും അതുപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നവരുടെ വേദിയായി വിട്ടുകൊടുക്കരുത്. സമുദായ സംഘടനകളെ റാഞ്ചാൻ പലരും ശ്രമിക്കുന്നു. അതിൽ RSS വളരെ ബോധപൂർവം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സമുദായ സംഘടനകളിൽ നുഴഞ്ഞു കയറാനും ആ സംഘടനകളിൽ വേരുറപ്പിച്ച് അതിൻ്റെ നേതൃത്വത്തെ തന്നെ പിടിക്കാനും ശ്രമിക്കുന്നു. ഞങ്ങൾ നേരത്തെ ഒരു തീരുമാനമെടുത്തിരുന്നു, അത്തരം സംഘടനകളിൽ ഞങ്ങൾ അമിതോത്സാഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല. കാരണം എന്താണ്? ഞങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുകളായി മുദ്ര കുത്തപ്പെടേണ്ടതില്ല. അപ്പോൾ ഞങ്ങൾ പൊതുവിൽ അതിനോടൊരു നിസ്സംഗഭാവത്തിൽ നിലകൊണ്ടപ്പോഴാണ് RSSും BJPയും, ഇങ്ങപ്പറയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, SDPI, പള്ളിക്കകത്താണ് ഇപ്പോൾ ഒരു പുതിയ സംഘടന RSS ഉണ്ടാക്കിയിട്ടുണ്ട്, കാസ, ഇവരെല്ലാം കടന്നു വന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി വിഷലിപ്തമായ വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൊതുവിൽ ഈ കേൾക്കുന്നൊന്നുമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ഉള്ളിൽ പരസ്പര വിദ്വേഷത്തിൻ്റെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നേരിടേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അതിൽ താങ്കളുടെ പാർട്ടി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം എടുക്കുന്ന സമീപനം എന്താണ്? ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്നയാളാണല്ലോ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്തെല്ലാമാണ് മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്? അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാൻ CPM-ഓ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടുണ്ടോ? മറുപടി പറയാം. അതിനെന്നെ അനുവദിക്കുമ്പോൾ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇവിടെ ആരാണ്ട് വീരാളിപ്പട്ട് പുറത്ത് കിടക്കുമെന്ന് പറഞ്ഞല്ലോ. വീരാളിപ്പട്ട് പുതച്ച് എവിടെയാണ് കിടക്കുന്നത്? മതേതരത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ആഫീസിലോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഫീസിലോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയക്കാരാണോ? ഞാനൊരു മുദ്രാവാക്യം ഓർപ്പിക്കാം. ആലപ്പുഴയിൽ നിന്നാണ്. കുന്തിരിക്കാൻ കരുതിക്കൂ, അവലും മലരും കരുതിക്കൂ,
നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. ആരാണ് വിളിച്ചത്? ആ വിളിച്ച മുദ്രാവാക്യം വിളിച്ച ശക്തികൾക്കെതിരെ ഒരു വരി ഈ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുന്ന വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? എന്താ വി ഡി സതീശൻ സെലക്റ്റീവ് ആകുന്നത്? ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടിയെ തോളത്തിരുത്തി കുന്തിരിക്കാൻ കരുതിക്കോ അവലും വല്ലതും കരുതിക്കോ നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്നൊരു സംഘടന മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചവരെ ജയിലിലടയ്ക്കാൻ ഒരു മുഖ്യമന്ത്രി തയ്യാറായി പ്രവൃത്തിയിലൂടെ. ആ മുഖ്യമന്ത്രി പറഞ്ഞു, കാന്തപുരം സാഹിബിൻ്റെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യനെ തേടിയുള്ള യാത്രയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വർഗീയതയെ ചെറുക്കാൻ മറ്റൊരു വർഗീയതയുടെ പിന്നാലെ പോകേണ്ടതില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക വർഗീയതയുടെ പ്രസ്താവനയുടെ വാല കെട്ടിത്തൂങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരേണ്ട യാതൊരു ഗതികേടും ഞങ്ങൾക്കില്ല. വിദ്വേഷ പ്രസംഗങ്ങളെ, വിദ്വേഷ പരാമർശങ്ങളെ അപലപിക്കാത്തത് അവിടെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മുസ്ലിം ലീഗിന് എന്തും പറയാം. 9.5 കൊല്ലമായി കേരളത്തിൽ അധികാരത്തിരിക്കുന്ന LDA ഗവൺമെൻറ് കാലത്ത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗിന് പറയാം. ആ അവകാശം തിരിച്ചു പിടിച്ച് മുസ്ലിമിനെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ കോൺഗ്രസും ലീഗും കൂടി UDF പ്രവർത്തിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വരാൻ നോക്കുമ്പോൾ മുസ്ലിമിന് നഷ്ടപ്പെട്ട അധികാരം ഞങ്ങൾ പിടിച്ചു കൊടുക്കാൻ പോവാണ്. ഇന്ന് KM ഷാജിക്ക് പറയാം. ഇതെല്ലാം ഏകപക്ഷീയമായി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കുരിയാടാത്ത പ്രതിപക്ഷ നേതാവ് സതീശൻ മതേതരത്വത്തിൻ്റെ കാവലാളാണെന്ന് മനോരമയിൽ പ്രഘോഷിക്കുമ്പോൾ ആ പ്രഘോഷണം കേട്ട് കോരിത്തിരിക്കുകയാണ്. മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല. മലപ്പുറം പ്രത്യേക രാജ്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്, മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. പിന്നാക്ക വിഭാഗക്കാർക്ക് ഒരു പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇല്ല. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നാക്കക്കാർ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. അപലപിച്ചിട്ടുണ്ടോ വർഗീയതയെ ചെറുക്കുന്ന മുഖ്യമന്ത്രി? അതെ, നിങ്ങൾ കേരള മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഒരു അജണ്ടയായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇവിടെ ഈ നാട്ടിൽ ആരൊക്കെ പ്രസ്താവന നടത്തിയാലോ ആ പ്രസ്താവനയ്ക്കല്ല അപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി എഴുതിക്കൊണ്ട് പോകണമെന്നാണോ? ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചൊരു പ്രശ്നം നിങ്ങളാരും കേൾക്കില്ല. കേൾക്കാത്തതിന് കാരണം മനഃപൂർവ്വമാണ്. മുഖ്യമന്ത്രിക്കാണ് ശ്രീ അനിൽകുമാർ. ആ കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? യെസ് സംശയം ഇല്ലാത്ത കൊണ്ടാണ് തല ഉയർത്തിപ്പിടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് പറയുന്നത് 9.5 കൊല്ലമായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വർഗീയ വേട്ട ഇവിടെ നടക്കണില്ല. ക്രിസ്മസ് കാലത്തെ പുൽക്കൂട് പൊളിക്കുന്നില്ല, ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം കത്തിക്കുന്നില്ല, അടിച്ചു തകർക്കുന്നില്ല, കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിച്ച് കേരളത്തിൽ കൂടെ നടക്കും. ഇവിടുത്തെ അഭിവന്ദ്യരായ പുരോഹിതന്മാർക്ക് അവരുടെ സഭാവസ്ത്രത്തിൽ സഞ്ചരിക്കാം. കേരളം വിട്ടാൽ സാധിക്കത്തില്ല. ഈ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞാലേ വീരാളിപ്പെട്ട് പുതയ്ക്കുന്നവർ അതിന് ഉറപ്പ് കൊടുക്കുന്നില്ല. അതിന് കാരണം എന്താണ്? ഒരു ഭാഗത്ത് മുസ്ലിം ലീഗുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ മറ്റേ കൂട്ടർ കാത്തിരിക്കുകയാണ് കേരളം പിടിക്കാൻ വർഗീയവാദികൾ. ഈ അപകടം തിരിച്ചറിയാതെ കേരളത്തിൽ വ്യത്യസ്തമായ താല്പര്യങ്ങളോടെ പലരും പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്ന എല്ലാ താല്പര്യങ്ങളുടെ മേലെയും കടന്നാക്രമിക്കപ്പെടാൻ ഒരു പിണറായി വിജയൻ മാത്രം. പിണറായിയെ വേട്ടയാടുക, പിണറായി വിജയനെ ആക്രമിക്കുക. 9.5 കൊല്ലം മതസൗഹാർദ്ദത്തോടെ വർഗീയ കലാപമില്ലാത്ത കേരളത്തിന്റെ നന്മയെ ഉണ്ടല്ലോ. വർഗീയതയുമായി ഇങ്ങോട്ടാരും വരണ്ട എന്നുള്ളത് ആ ആർജവമെങ്കിലും ഏറ്റവും കുറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണ്ടേ? ആ ആർജവം കാണിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, ഒരു വർഗീയതയെ നേരിടാൻ മറ്റൊരു വർഗീയതയെ വാരിപ്പുണരരുത്. അത് മുഖ്യമന്ത്രിയുടെ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങൾക്ക് ഏതർത്ഥത്തിലും വായിച്ചെടുക്കാം, പ്രോത്സാഹനമായി വായിച്ചെടുക്കാം. പറയട്ടെ അത് തന്നെ പറയൂ. എവിടെയാണ് വെള്ളാപ്പള്ളി ഈ തർക്കവിഷയമായ കാര്യങ്ങളുടെ തുടക്കമിട്ടത്? അതൊരു ഗൂഢാലോചനയാണ്. NSSും SNDP തമ്മിൽ പണ്ട് യോജിപ്പുണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് ഒരു തർക്കം തുടങ്ങിയത്? 2011 VS അച്യുതാനന്ദന് തുടർഭരണം നിഷേധിക്കാൻ, ആ സർക്കാരിനെ ഇല്ലാതെയാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് SNDPയുമായി ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി, പിന്നോക്ക മുന്നണി. അങ്ങനെ മുന്നണി ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി ഉന്നയിച്ച ചോദ്യം. ആ ചോദ്യത്തിന് ലീഗ് ഉത്തരം പറയുമ്പോൾ ഉത്തരം പറയാതിരിക്കുന്ന മുസ്ലിം ലീഗിനോട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിൽ സ്വീകാര്യമല്ലാത്തതുണ്ടെങ്കിൽ സ്വീകാര്യമല്ലാത്തത് തന്നെ പറഞ്ഞു പോകണം. അതിന് മുസ്ലിം ലീഗിനെ കുറിച്ച് ആരും മിണ്ടരുത്, പോളണ്ടിനെ കുറിച്ച് ആരും മിണ്ടരുത്.
ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആരും മിണ്ടരുത്. അവരുടെ രാജ്യം മുസ്ലിം ലീഗിനെ കുറിച്ച് സൃഷ്ടിക്കാനും ആരും മിണ്ടരുത്. ശരീഅത്ത് നിയമം ഈ പ്രാബല്യത്തിൽ വാദം വരുത്താനും ഉന്നയിക്കുകയാണ് നമ്മുടെ മുസ്ലിം ലീഗ് നാട്ടിൽ. ശ്രമിച്ചുവെന്ന് CPM-ന് അഭിപ്രായമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാണ് ശ്രീ അനിൽകുമാർ, അവരുടെ രാജ്യം സൃഷ്ടിക്കാനും ശരീഅത്ത് നിയമം പ്രാബല്യത്തിൽ വരുത്താനും മുസ്ലിം ലീഗ് ഇവിടെ ശ്രമിച്ചു എന്ന് CPM-ന് അഭിപ്രായമുണ്ടോ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ഇപ്പോൾ SIR പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ SIR പിണറായി വിജയൻ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നത് SIR നടപ്പാക്കുന്നത് മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണ് എന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനോട് സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അനുഭവമാണ്. വെള്ളാപ്പള്ളി ഒരു നടേശൻ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി മുസ്ലിം പറയുകയാണ് ലീഗ് പള്ളി അവരുടെ കത്തിക്കുന്നത്, രാജ്യം പള്ളി തകർക്കുന്നത്. സൃഷ്ടിക്കാനും ശരീഅത്ത് നിയമം നടപ്പാക്കാനും ശ്രമിക്കുന്നു എന്ന് അല്ലെങ്കിൽ ശ്രമിച്ചു നിങ്ങൾ മുസ്ലിം ലീഗിന് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എന്നോട് CPM-ന് പറയുന്നത്. അഭിപ്രായമുണ്ടോ? നിങ്ങൾ മുസ്ലിം ലീഗിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല, ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. CPM-ന് മുസ്ലിം ഇതിനോട് നിങ്ങൾക്ക് ലീഗിനുള്ള യോജിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. കേരളത്തിന്റെ അത് ഞാൻ പറയുന്നത് അതെ, എന്റെ യോജിപ്പിന്റെ കാര്യം എന്താണ്? മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഞങ്ങൾ അനുഭവിച്ചു. എങ്ങനെ അനുഭവിച്ചു? പിണറായി വിജയനെ പോലെ ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ മുസ്ലിങ്ങളെ വേർതിരിച്ച് വോട്ടർ പട്ടിക ഇല്ലാതെയാക്കാൻ ഇതാ SIR നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നുവെന്ന് പ്രയോഗിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കി മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗുകാർ പറഞ്ഞു, സിറാത്ത് പാലം കടക്കണമെങ്കിൽ നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്യണം. ആ മുസ്ലിം ലീഗുകാരുടെ ഒരു വനിത പറഞ്ഞു, ദാ മുസ്ലിങ്ങളുടെ പള്ളി കത്തിക്കുന്നു, ഓടിവായോ, കള്ളം. ഇതൊക്കെ മുസ്ലിം ലീഗിന് ഇഷ്ടം പോലെ പ്രചരിപ്പിക്കുക അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാം. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തലശ്ശേരി വർഗീയ കലാപത്തിൽ പാറപ്പുറത്ത് അല്ലെങ്കിൽ പിണറായിയിലെ പള്ളി തകർത്തവൻ പറഞ്ഞോ KM ഷാജി? എന്തെല്ലാം വിദ്വേഷജനകമായ കാര്യമാണ് മുസ്ലിം ലീഗ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ആ ലീഗിനെതിരെ ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ ഞങ്ങളുടെ ചുമതല എന്താണ്? ജനാധിപത്യത്തിൽ ഞങ്ങൾ ലീഗ് രക്ഷകരല്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ കൂടി എതിർക്കാനുള്ള ആർജവും ഉണ്ടാവണം എന്നാണ് സൂചിപ്പിച്ചത്. തിരിച്ചു വരാം താങ്കളിലേക്ക്.